നമസ്കാരം. വിറ്റാമിൻ ഡി. കാൽസ്യം ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറെ അത്യാവശ്യമാണ് കാൽസ്യം. ഈ കാൽസ്യം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ വിറ്റാമിൻ ഡി വളരെ അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം ശരീരത്തിലേക്ക് കാൽസ്യം എത്ര തന്നെ ലഭിച്ചിട്ടും കാര്യമില്ല. വിറ്റാമിൻ ഡിയുടെ കുറവ് ശരീരത്തിൽ വരുത്തുന്ന ദോഷങ്ങൾ ചെറുതല്ല. ചില ഭക്ഷണങ്ങളിലൂടെയും സൂര്യപ്രകാശത്തിലൂടെയും ഈ വിറ്റാമിൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടായാലുള്ള ലക്ഷണങ്ങൾ: ചർമ്മത്തിലുണ്ടാകുന്ന അലർജിയും ചൊറിച്ചിലും, ചില ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള അലർജിയും, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന വയറുവേദന, വയറിളക്കം, എല്ല് തേയ്മാനം അല്ലെങ്കിൽ എല്ലുകൾ മൃദുവാകുന്ന അവസ്ഥയ്ക്കും വിറ്റാമിൻ ഡിയുടെ കുറവ് കാരണമാണ്. പലപ്പോഴും കാൽസ്യത്തിന്റെ കുറവാകില്ല, വിറ്റാമിൻ ഡിയുടെ കുറവാകും ഇതിനൊക്കെ കാരണമാകുന്നത്. കാൽസ്യം ശരീരത്തിൽ വേണ്ടത്ര ഉണ്ടെങ്കിലും ഇതുപയോഗിക്കാൻ ശരീരത്തിന് സാധിക്കാതെ വരുന്ന അവസ്ഥ കാരണമാണിത്. അമിതമായ മുടികൊഴിച്ചിൽ, മുഖത്തും കണ്ണിന് താഴെയുമുള്ള വിളർച്ച എന്നിവയൊക്കെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് സാധാരണ കാണപ്പെടാറുള്ളത്. അമിതവണ്ണമുള്ളവരിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് ധാരാളമായി കണ്ടുവരുന്നു. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ശരീരത്തിൽ പലയിടത്തും കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുകയും ഫാറ്റി ലിവർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബി.പി കൂട്ടാനും പ്രമേഹത്തിലേക്ക് വഴിതെളിക്കാനും ഇത് കാരണമാകുന്നു. വിറ്റാമിൻ ഡിയുടെ കുറവ് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടാനും കാരണമാകാറുണ്ട്. അടിക്കടിയുള്ള അസുഖങ്ങൾ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ദിവസവും സൂര്യപ്രകാശം കൊള്ളുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ ഏറെ സഹായിക്കും. രാവിലെ 7 മുതൽ 11 വരെയുള്ള സമയത്ത് വെയിൽ കൊള്ളുന്നതും വൈകിട്ട് 5 ശേഷമുള്ള വെയിൽ കൊള്ളുന്നതുമാണ് വിറ്റാമിൻ ഡി ലഭിക്കാൻ ഏറെ നല്ലത്. മുട്ടയ്ക്ക് പുറമെ ഇറച്ചി, പാലുൽപ്പന്നങ്ങൾ, മീൻ എന്നിവയിലെല്ലാം വിറ്റാമിൻ ഡി ധാരാളമുണ്ട്. സ്ട്രോബെറി, മാതള നാരങ്ങ, കിവി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ചൂര മത്സ്യം എന്നിവയൊക്കെ വിറ്റാമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ പറ്റിയ ആഹാര പദാർത്ഥങ്ങളാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.